ആധുനിക മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ഫലസ്തീനിലാകട്ടെ, ഇറാഖിലും, ഇറാനിലും, അഫ്ഗാനിലും, ലബനോനിലും, ഈജിപ്തിലും, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, ജോർദാനിലുമെല്ലാം ഉൾക്കൊള്ളുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെല്ലാം നിലനിൽക്കുന്ന അമേരിക്കൻ ഇസ്രായേലി അധിനിവേശ പ്രവണതകളും അതല്ലാത്ത മുസ്ലിം വിരുദ്ധമായ ഇസ്ലാമോഫോബിയയുമായി ബന്ധപ്പെട്ട് ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുടെയും കഷ്ടങ്ങളുടെയും എല്ലാം, പീഡനങ്ങളുടെയും താഠനങ്ങളുടെയും എല്ലാം അനുഭവങ്ങളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ തന്നെ അവിടുത്തെ വാക്കിലൂടെ വെളിച്ചം വീശിയിട്ടുണ്ട്. യൂഷിക്കു അൻ തദാഅ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുക് കമാ തദാഅ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണം കഴിക്കുന്നവർ ഭക്ഷണത്തളികയിലേക്ക് പരസ്പരം കയ്യേന്തുന്നത് പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ജനതകൾ ഈ മുസ്ലിം ഉമ്മത്തിലേക്ക് കയ്യേന്തും എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ജയിച്ചടക്കിയ ഇസ്ലാമിന്റെ പ്രതാപകാലത്തു നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് നിന്നു പറയുന്നത്. ഖീല യാ റസൂലല്ലാഹ്, സ്വഹാബികൾ ചോദിച്ചു, നബിയെ, ഫമിൻ ഖില്ലത്തിൻ യൗമഇദിൻ, അന്ന് ഞങ്ങളുടെ ജനസംഖ്യയിൽ കുറവുള്ളത് കൊണ്ടാണോ നബിയെ അത്തരത്തിലുള്ള അക്രമങ്ങളും പീഡനങ്ങളും മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, തോടുകളിലുള്ള ചളി പോലെ, യുജ്അലുൽ വഹനു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബലഹീനത സ്ഥാപിക്കപ്പെടുന്ന ഒരു കാലം, നിങ്ങൾക്കു തന്നെ ആത്മവിശ്വാസമില്ലാത്ത, വയുൻസഉർ റഅബു മിൻ ഖുലൂബി അദുവികും, നിങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണം പറയുന്നത്, ലിഹുബ്ബികുമുദ് ദുനിയാ വകറാഹിയതികുമുൽ മൗത്ത്, ദുനിയാവിനോടുള്ള നിങ്ങൾക്കുള്ള പ്രതിപത്തിയും മരണപ്പെടുമോ എന്നതിലുള്ള നിങ്ങൾക്കുള്ള ഭയവും മറ്റുള്ള അമുസ്ലിം ശക്തികളിൽ നിങ്ങളോടുള്ള പേടിയും ഭയവും എടുത്തൊഴിവാക്കപ്പെടുകയും ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നോക്കൂ നിങ്ങൾ, അൽ ഉമമു മിൻ കുല്ലി ഉഫുക്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള സമുദായങ്ങൾ, ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് മാംസം പെറുക്കിയെടുക്കാൻ വേണ്ടി കയ്യേന്തുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിനു മേരെ തിരിയുന്ന കാലഘട്ടം വരുമെന്ന് തങ്ങൾ പറയാണ്. അൽ ഉമം എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സന്ദർഭവശാൽ ഹൈഅത്തുൽ ഉമം എന്നാണ് അറബി ഭാഷയിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് പറയുക. മുസ്ലിം വിഷയം വരുമ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ നോക്കൂ നിങ്ങൾ. മറ്റു സന്ദർഭങ്ങളിലെല്ലാം ഐക്യരാഷ്ട്രസഭ രൂപപ്പെടുത്തിയതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ശിഥിലമായ ഒരു ലോക ക്രമത്തെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ഒരു അടിസ്ഥാനത്തിലാണ് 1945 ഒക്ടോബർ 24 ഐക്യരാഷ്ട്രസഭ രൂപം കൊടുക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ചില രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടായിരുന്നു. അതിന്റെ വിപുലീകരിച്ച ഒരു എഡിഷൻ ആയിരുന്നു ഐക്യരാഷ്ട്രസഭ എന്നുള്ളത്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുക, പരിസ്ഥിതി സംരക്ഷണം, എയ്ഡ്സ് ബോധവൽക്കരണം, രോഗപ്രതിരോധം, ആരോഗ്യ മേഖലകളിലുള്ള ഇടപെടൽ, അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത ഇടപെടലുകളാണ് ഐക്യരാഷ്ട്രസഭയുടെ അടിസ്ഥാന താല്പര്യവും ലക്ഷ്യവും. എന്നാൽ കാലങ്ങളായി ഫലസ്തീനികൾ അനുഭവിക്കുന്ന അവരുടെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ UN ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ളത്, നോക്കിക്കാണുന്നത് എന്നുള്ളത് ഈ അവസാന സന്ദർഭത്തിലും അമേരിക്ക വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീറ്റോ ചെയ്ത പ്രമേയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും.
ഫലസ്തീനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ 5 അടിസ്ഥാന ആശയങ്ങളുടെ അടിത്തറയിൽ നിന്ന് വേണം ഫലസ്തീനിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കാൻ. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ യഹൂദരുടെ പരാക്രമങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറയുന്നുണ്ട്. ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനു അൽ യഹൂദ്. മുഅ്മിനീങ്ങളോട് ഏറ്റവും ശത്രുത ശക്തമായവർ യഹൂദികളാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം പറഞ്ഞു വെക്കുന്നു. അവർക്ക് ഭയങ്കര ശത്രുതയാണ് വിശ്വാസികളോട്. അവര് മാത്രമല്ല, വല്ലദീന അശ്റകു, ബഹുദൈവാരാധകരുണ്ട്. വലതജിദന്ന അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസാറ. നസറാനികളും ശത്രുക്കളാണെന്ന് മറ്റൊരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടത്ത് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പറയുന്നത് നസറാനികൾ പലപ്പോഴും നിങ്ങൾക്ക് സഹായഹസ്തവുമായി വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹചരന്മാർ തന്നെ, സ്വഹാബികൾ തന്നെ മക്കയിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ അബ്സീനയിലേക്ക് യാത്ര പോയപ്പോൾ നജ്ജാശി രാജാവിന്റെ നേതൃത്വത്തിൽ അവിടെ അഭയം കൊടുത്തിരുന്നത് ഈ നസറാനികളിൽപ്പെട്ടവരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പല സന്ദർഭങ്ങളിലും പലസ്തീനിലേക്ക് വരുമ്പോൾ തന്നെ കുരിശ് യുദ്ധത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. രക്തപ്പുഴയാക്കിയിരുന്നു ഖുദ്സിന്റെ വിശുദ്ധമായ ഭൂമിക. എന്നാലും ആദ്യത്തെ പരാമർശം യഹൂദരെ കുറിച്ചാണ്. അവരുടെ ഹിറ്റ്ലർ ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരൽപ്പം അവശേഷിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് ജൂതരെ കൊന്നൊടുക്കിയത് എന്ന് ലോകത്തിന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു വെച്ചതിന്റെ നേർചിത്രങ്ങൾ ഫലസ്തീനിലെ കുരുന്നുകളോട് മനുഷ്യത്വമില്ലാതെ, ദയാദാക്ഷിണ്യമില്ലാതെ അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പട്ടിണിക്കിട്ടെന്ന് മാത്രമല്ല, കുടിക്കാനുള്ള വെള്ളം, അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും നിഷേധിക്കപ്പെട്ട് ആധുനികമെന്ന് നമ്മൾ പറയുന്ന ഈ കാലത്ത് മനുഷ്യരെ എത്രത്തോളം മൃഗീയമായി കൊണ്ടാണ് സമീപിക്കുന്നത് ഇസ്രായേലിയർ എന്ന് നമ്മൾ പലസ്തീനിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആ ചിത്രങ്ങളും വീഡിയോകളും കാണാനുള്ള ശേഷി പോലും നമ്മുടെ കണ്ണുകൾക്കും മനസ്സിനും ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. എന്താണ് അടിസ്ഥാനപരമായി ഫലസ്തീനിൽ നടക്കുന്നത്? ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമല്ല. കാരണം ഒരു അധിനിവേശ രാജ്യം, ഒക്യുപ്പയർ കൺട്രി, അധിനിവിഷ്ട ജനതയ്ക്കെതിരെ അഥവാ ഒക്യുപ്പൈഡ് കൺട്രിക്കെതിരെ നടക്കുന്ന ഏകപക്ഷീയമായ ഒരു അക്രമമാണ് ഫലസ്തീനിൽ നടക്കുന്നത്, യുദ്ധമല്ല. 2, ഹമാസ് നടത്തുന്ന പ്രതിരോധ ക്രിയകൾ അല്ലെങ്കിൽ അവിടെയുള്ള ജനത അവർക്കു നേരെ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ശ്രമങ്ങളെ തീവ്രവാദമാണോ അല്ലെങ്കിൽ അത് ഭീകരതയാണോ എന്ന് ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയെ കൂടി കണക്കിലെടുക്കണം. എത്ര ഭീകരമായിട്ടാണ് യുണൈറ്റഡ് നേഷന്റെ യുദ്ധ നിയമങ്ങളെപ്പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് ഹോസ്പിറ്റലുകൾ നശിപ്പിക്കുന്നു, ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങളെപ്പോലും കൊന്നൊടുക്കുന്ന ദീനമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവസാന തവണയും അമേരിക്ക വീറ്റോ ചെയ്യാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ ഉന്നയിച്ച കാരണം ഹമാസിന്റെ തീവ്രതയെ എതിർക്കുന്ന തരത്തിലുള്ള പ്രമേയമല്ല ഇവിടെ പാസാക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. എന്നാൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യക്കുരുതിയെ അവിടെ പ്രമേയമാകുന്നില്ല. 3, ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വിശ്വാസത്തിന്റെയും മതത്തിന്റെയും തലമുണ്ട്. ഇസ്രായേലർക്ക് പ്രധാനപ്പെട്ട വളരെ പവിത്രമായ ഒരിടമാണ് ഗസയും പലസ്തീനിലെ ഖുദ്സുമെല്ലാം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യർക്കും എല്ലാം വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സ്ഥലം തന്നെയാണ്. 4, എന്നാൽ ഈ കാരണങ്ങളുടെ പലസ്തീനിൽ നടക്കുന്ന ഇസ്രായേലി നരനായാട്ടിന്റെ കാരണങ്ങൾ വെറും മതപരമായ കാരണങ്ങളല്ല. മതപരമായ കാരണങ്ങൾ മാത്രമല്ല, മതപരമായി കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുമില്ല. രാഷ്ട്രീയപരവും നയതന്ത്രപരവുമായ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 5,
ഈ പ്രശ്നത്തിന് ചർച്ചയ്ക്ക് പരിഹാരം കാണേണ്ടത് ഉഭയകക്ഷി ചർച്ചയിലൂടെയല്ല, പലസ്തീനും ഇസ്രായേലും മാത്രമുള്ള ചർച്ചയിലൂടെയല്ല. കാരണം അത്തരമൊരു പരിഹാരം സാധ്യമാകാത്ത വിധം ഇരു കക്ഷികളും അകന്നുപോയിട്ടുണ്ട്. 7 പതിറ്റാണ്ടിലേറെയായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാനവിക വിരുദ്ധമായ പ്രവണതകൾ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോധികർ വരെ കണ്ട് ജനനം മുതൽ കാണാൻ തുടങ്ങിയതാണ് ഫലസ്തീനിന്റെ മണ്ണിൽ. അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കാണേണ്ടത്. അതിന് UN-ന്റെ ഐക്യരാഷ്ട്രസഭയുടെ ഘടന തന്നെ പരിഷ്കരിക്കേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയില്ല. വീറ്റോ അധികാരം ഉൾപ്പെടെയുള്ള ജനാധിപത്യ വിരുദ്ധ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏത് നിയമം പാസാക്കിയെടുത്താലും അമേരിക്ക ഉൾക്കൊള്ളുന്ന 5 സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോ ചെയ്യാനുള്ള പവർ ഉണ്ടെന്നിരിക്കെ ലോകരാജ്യങ്ങൾ ഇടപെട്ടാൽ തന്നെ നടക്കാത്ത രൂപത്തിലുള്ള സങ്കീർണമായ ഒരു പ്രശ്നമായി പലസ്തീനിലെ പ്രശ്നം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്നോ നാളെയോ പലസ്തീനിലെ പ്രശ്നങ്ങൾ ഒതുങ്ങുമെന്ന്? പലസ്തീനിൽ ഒതുങ്ങിയാൽ ഇറാഖിലേക്ക്, ഇറാനിലേക്ക്, സിറിയയിലേക്ക്, ലബനോനിലേക്ക്, ഇപ്പൊ സമീപകാലത്ത് ഹമാസ് നേതാക്കൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന അവകാശവാദവുമായി പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഖത്തറിലേക്കും മിസൈൽ എതിർക്കുന്ന സാഹചര്യം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇത് ലോകത്തിന്റെ ഒരു ഘടനയിൽ തന്നെ മാറ്റം വന്നാൽ മാത്രമേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾക്കുമേൽ തളികയിലേക്ക് കൈകൾ പോകുന്നത് പോലെ ആളുകൾ നാനാ ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തിനു നേരെ എത്തിച്ചേരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജനതക്കു നേർ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നോ പറയാൻ അറേബ്യൻ രാഷ്ട്രങ്ങൾ പോലും മുന്നോട്ട് വരാത്ത സാഹചര്യമുണ്ടെങ്കിൽ എന്തൊരു വിരോധാഭാസമാണ്. അവരാകട്ടെ മത്സരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന് ബില്യൺ കണക്കിന് വില വരുന്ന ഹെലികോപ്റ്ററുകൾ സമ്മാനിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അറബികൾ. അവരുടെ തൃപ്തിക്ക് വേണ്ടി, ഇസ്രായേലിന്റെ, അമേരിക്കയുടെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവണതകളാണ് ഓരോ ഘട്ടങ്ങളിലും ഇത്തരം അറേബ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഒരു രാഷ്ട്രവും അതിന്റെ പ്രത്യയശാസ്ത്രവും അപകടകരമാം വിധം ഐക്യപ്പെട്ട ഒരു വ്യവസ്ഥിതിയുടെ പേരാണ്, ഒരു നാടിന്റെ, ഒരു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. സയണിസത്തിന്റെ സ്വഭാവവും ചരിത്രവും വർത്തമാനവും എല്ലാം വിശകലനം ചെയ്തുകൊണ്ട് റാൽഫ് ഷൂമാൻ പറയുന്നുണ്ട്, 4 കെട്ടുകഥകൾ ഉണ്ടാക്കിയാണ് ആധുനിക സമൂഹത്തിൽ സയണിസത്തിന്റെ അവബോധം സൃഷ്ടിച്ചിട്ടുള്ളത്. വസ്തുതാവിരുദ്ധമായ 4 കെട്ടുകഥകൾ. അതിലൊന്ന്, സ്വന്തമായി നാടില്ലാത്ത ജനങ്ങൾക്ക് ജനങ്ങളില്ലാത്ത നാട് എന്നാണ് ഫലസ്തീനിലേക്ക് അധിനിവേശം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേലർ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അഥവാ ജൂതന്മാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്വന്തമായ ഒരു നാടില്ലാതെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുകയും അവർക്ക് നാടില്ലാത്ത, ജനങ്ങളില്ലാത്ത ഒരു നാടായി യഹോവ വാഗ്ദത്തം ചെയ്ത ഇസ്രായേലിനെ പതിച്ചു കൊടുക്കണമെന്നുമാണ് ആദ്യം കെട്ടുകഥയായി ലോകത്തോട് അവർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ നുണ, മധ്യപൗരസ്ത്യ ദേശത്തെ ഒരേ ഒരു യഥാർത്ഥ ജനാധിപത്യ രാജ്യം ഇസ്രായേലാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. മൂന്നാമത്തേത്, പ്രാകൃതരും തങ്ങളോട് കടുത്ത വിദ്വേഷം പുലർത്തുന്നവരുമായ അറബികളിൽ നിന്ന് ഇസ്രായേലിയർ വലിയ ഭീഷണി നേരിടുന്നുണ്ടെന്നും അതിനെ സദാ പ്രതിരോധിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നുമാണ് ഇസ്രായേലിയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ നുണ. നാലാമത്തെ നുണ, ഹോളോകോസ്റ്റിന്റെ ആനുകൂല്യം എക്കാലവും ലോകം ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കണം എന്ന പരികൽപ്പനയാണ്. തിയോഡർ ഹെർസൽ ജൂയിഷ് സ്റ്റേറ്റിനെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 1897 ബേസിൽ സയനിസ്റ്റ് കോൺഗ്രസിൽ 3 ആശയങ്ങളാണ് ഹെർസൽ പറയുന്നത്.
ഒന്ന്, ജൂതന്മാർ എവിടെയായിരുന്നാലും ഒരൊറ്റ ജനതയാണ് എന്നാണ്. രണ്ടാമത്തേത്, ജൂതന്മാർ എല്ലായിടങ്ങളിലും പീഡിതരാണ്. ജൂതന്മാരെ ആരും സ്വാംശീകരിച്ചിട്ടില്ല, അവരെ ആരും പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പരിഗണന നൽകുന്ന ഒരിടം അനിവാര്യമാണ് എന്ന് 1897 ബേസിൽ സയനിസ്റ്റ് കോൺഗ്രസിൽ തിയോഡർ ഹെർസൽ ജൂയിഷ് സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രസ്താവിക്കുകയുണ്ടായി. അങ്ങനെ എല്ലാ ജൂതന്മാരും ഈ കഥകൾ അംഗീകരിച്ചില്ല. പീഡന കഥ പൊലിപ്പിച്ച് പറഞ്ഞ് ഒരു രാഷ്ട്രം അനിവാര്യമാണെന്ന ആവശ്യം ഉറപ്പിച്ചുകൊണ്ട് ബ്രിട്ടനെ പറഞ്ഞ് വശത്താക്കി. അങ്ങനെ 1917 ബാൽഫർ പ്രഖ്യാപനത്തോടെ ജൂതരാഷ്ട്ര സ്ഥാപനത്തിന്റെ ആണിക്കല്ല് സ്ഥാപിക്കപ്പെടുകയാണ്. വംശജനായ മന്ത്രി മൊഗേണ്ടു എന്ന് പറയുന്ന അന്നത്തെ വംശജനായ മന്ത്രി എതിർത്തു. പക്ഷെ ഫലമുണ്ടായില്ല. പിന്നെ ജൂത കുടിയേറ്റത്തിന്റെ നാളുകളായിരുന്നു. 1917 മുതൽ ലോകത്ത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ജൂതന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്ക് പലായനം ചെയ്യാൻ തുടങ്ങി. അവർ വന്നപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ ഭൂമി വാങ്ങാൻ തുടങ്ങി. ഭൂമിക്കൊള്ള തുടങ്ങിയതോടുകൂടെയാണ് പലസ്തീനിൽ സംഘർഷം തുടങ്ങുന്നത്. 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭ പലസ്തീനെ രണ്ടായി വിഭജിക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രം ഔദ്യോഗികമായി നിലവിൽ വരുന്നത് 1948 മെയ് 15 ഇതിനിടക്കുള്ള സമയത്ത് സയനിസ്റ്റ് സായുധ ഗ്രൂപ്പുകൾ, സൈന്യങ്ങൾ ഫലസ്തീനിന്റെ 75% കൈയടക്കി വെച്ചിരുന്നു. നമ്മൾ ഓർക്കണം, റാൾഫ് ഷൂമാൻ ചൂണ്ടിക്കാണിക്കുന്നത് കാണാം. 7,80,000 ഫലസ്തീനികളെയാണ് പിറന്ന നാട്ടിൽ നിന്ന് അവരെ ആട്ടി ഓടിച്ചത്. എന്തിനു വേണ്ടി? യഹോവ അവർക്ക് വാഗ്ദത്തം നൽകിയ ഭൂമിയാണെന്ന് പറഞ്ഞ് അവരിപ്പറയപ്പെട്ട നരേഷനുകളെല്ലാം ഉണ്ടാക്കിയെടുത്ത് ഫലസ്തീനികൾക്കെതിരെ അവർ നടത്തിയ ശ്രമത്തിന്റെ ഭീകരമായ അജണ്ടയുടെ ഭാഗമായി 7,78,000 വരുന്ന ഫലസ്തീനി ജനതയെ, അവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, അറബികളുണ്ട്, ക്രിസ്ത്യരുണ്ട്, അവരിൽ പലരെയും നാട് കടത്തിക്കൊണ്ട് അന്ന് അവർ ഫലസ്തീനെ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 1948 ഇസ്രായേൽ എന്ന രാഷ്ട്രം പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്ന് അവിടെ ഹമാസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് വീറ്റോ ചെയ്യാൻ കാരണമായി ഉന്നയിക്കുന്ന, ഇന്ന് പലസ്തീനിലെ നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ, നിഷ്കളങ്കരെ കൊന്നൊടുക്കാൻ വേണ്ടി ഇവർ ഉന്നയിക്കുന്ന കാരണങ്ങളിൽപ്പെട്ട പലസ്തീൻ ഹമാസ് അന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ദെർയാസീനിലെ കൂട്ടക്കൊലയെ കുറിച്ച്, നഖ്ബയെ കുറിച്ച്, അങ്ങനെ പലയിടങ്ങളിലും അവർ നടത്തിയ കൂട്ടക്കൊലകളെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ സന്ദർഭത്തിൽ വളരെ മനുഷ്യത്വരഹിതമായ പ്രവണതകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയ, ഖുർആനിൽ യഹൂദരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവരെ സംബന്ധിച്ച് അവർ കരുതുന്നത് വലിയ പ്രതാപവും ഔന്നിത്യവും അവർക്കുണ്ട് എന്നാണ്. എന്നാൽ ദുരിബത്ത് അലൈഹിമുദ്ദില്ലത്തു ഐനമാ സുഖിഫു ഇല്ലാ ബിഹബ്ലിൻ മിനല്ലാഹി വഹബ്ലിൻ മിനന്നാസ് വബാഉ ബിഗളബിൻ മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്നുള്ള കോപത്തെ സമ്പാദിച്ചെടുത്തവരാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ അവരെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മുസ്ലിങ്ങളോട് ഏറെ തീവ്രമായ വിരുദ്ധതയും ശത്രുതയും ഉള്ളവരാണ് ഇസ്രായേലരെന്ന് വിശുദ്ധ ഖുർആൻ യഹൂദികളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഇവിടെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മുടെ ധർമ്മമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു ലിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങൾ മറ്റുള്ളവർക്ക് കൽബുന്യാൻ, ഒരു കെട്ടിടം പോലെയാണ് എന്നാണ്. അതല്ലെങ്കിൽ ഒരു ശരീരം പോലെയാണ്. ഫീ തറാഹുമിഹിം വ തആതുഫിഹിം, അവരോട് കരുണ പരസ്പരം പങ്കുവെക്കുന്നതിൽ, ദയാവായ്പുകൾ ഉണ്ടാകുന്നതിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ നിർവഹിക്കുന്നതിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീരം പോലെ തന്നെ കാണണം. പ്രാർത്ഥനകളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാകരുത്.
അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ എന്നാണ്. മുഅ്മിനിന്റെ ആയുധം അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനകൾ കൊണ്ട് സാധിക്കാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കുരിശിന്റെ ഭൂമിയിൽ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള ഖുദ്സിന്റെ മണ്ണിൽ നടത്തിയ കുരിശ് യുദ്ധത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് സാധിപ്പിച്ചു കൊടുത്ത ഒരുപാട് പോരാട്ടത്തിന്റെ, ഒരുപാട് മുന്നേറ്റത്തിന്റെ അടയാളങ്ങൾ നമുക്ക് അവിടെയൊക്കെ കാണാൻ കഴിയും. പ്രാർത്ഥനകൾ കൊണ്ട് അത് സാധ്യമാകും. പലസ്തീനിൽ അവിടെയുള്ള ഓരോ കുഞ്ഞുങ്ങളും രക്തത്തിലാണ് ജനിച്ചു വീഴുന്നതെന്ന് മാത്രമല്ല, പിഞ്ചു കുഞ്ഞുങ്ങളുടെ അറുത്തു മാറ്റപ്പെട്ട ശരീരത്തിന്റെ വ്യത്യസ്ത അവയവങ്ങളില്ലാതെ നേർക്കാഴ്ചയായി പലസ്തീൻ യാത്രയിൽ അനുഭവിച്ചതാണ് കൈയില്ലാത്ത കുരുന്നുകൾ, കാലില്ലാത്ത കുരുന്നുകൾ, വെടിയൊച്ചകൾ സദാസമയവും കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഇന്ന് താമസിച്ച ഇടം നാളെ ഒരു സുപ്രഭാതത്തിൽ കാണാനില്ലാത്ത നിലക്ക് നാമാവശേഷമാകുന്ന ഇടങ്ങൾ. ഇതിനെല്ലാം ഒരു അറുതി വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്ത് ലോകക്രമങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇസ്ലാമോഫോബിയ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. പക്ഷെ ഇസ്ലാമിന് ഒരു ഭാഗത്ത് വലിയ വർധനവും വളർച്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് യഹൂദികളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ പലസ്തീനോട് ഐക്യദാർഢ്യപ്പെടുകയും പ്രാർത്ഥനകൾ കൊണ്ട് അവരോട് കൂടെ ഉണ്ടാവുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. പലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് രക്ഷയും സമാധാനവും അല്ലാഹു നൽകട്ടെ. അവിടെ സ്വാതന്ത്ര്യം പലസ്തീനികൾക്ക് അല്ലാഹു തിരിച്ചു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.